തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല. തിരുപ്പൂരിൽ SIയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. മണികണ്ഠനാണ് മരിച്ചത്. അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആക്രമിച്ചു എന്നാണ് പോലീസിന്റെ വാദം. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, ഈ ഏറ്റുമുട്ടൽ കൊലയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ സമീപകാലത്ത് പുറത്തുവന്ന വാർത്തകളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിലാണ് പുതിയൊരു സംഭവം. എന്താണ് പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം, റഹീസ്? ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം ഉണ്ടായിരിക്കുന്നു. തിരുപ്പൂർ SIയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി പോലീസ് വെടിവെച്ചു കൊന്നത്. അതായത് കഴിഞ്ഞ ദിവസം MLAയുടെ ഫാം ഹൗസിൽ പിതാവും 2 മക്കളും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവർ അവിടുത്തെ ജോലിക്കാരാണ്. അപ്പോൾ അതിനുശേഷം ഇത് തടയാനെത്തിയ ASIയെ ആക്രമിച്ചിരുന്നു. അതിൽ ഷൺമുഖദാസ് കൊല്ലപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ ഈ കേസിലെ 2 പ്രതികൾ ഇന്നലെ പോലീസിൽ കീഴടങ്ങി. അച്ഛനും ഈ ഒരു മകനും കീഴടങ്ങി. മറ്റൊരു മകനായിട്ടുള്ള മണികണ്ഠനെയാണ് ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് പിടികൂടാനായി ഇദ്ദേഹത്തിന് പിന്നാലെ കൂടിയത്. അതിനുശേഷം പിടികൂടുന്നതിനിടയിൽ ഇദ്ദേഹം പോലീസിനെ ആക്രമിച്ചു എന്നാണ് വാദം. അങ്ങനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. അങ്ങനെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഒരു പോലീസുകാരൻ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. പക്ഷേ സമീപകാലത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇത് തമിഴ്നാട്ടിൽ സർവ്വസാധാരണമായി മാറുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു കേസിലെ പ്രതി അവർ പോലീസിനെ ഏതെങ്കിലും തരത്തിൽ ചുറ്റിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനെതിരെ ഇപ്പോൾ തന്നെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. TK മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.